ഹലോ കൂട്ടുകാരെ, ഏതോ ജന്മകൽപ്പനയിലെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ എന്തായാലും ശ്രുതിയോട് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അശ്വിന് വല്ലാത്ത സന്തോഷമാവുണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ശ്രുതി അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രുതി ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ശ്രുതി എല്ലാം കേട്ടും കൊണ്ട് കിടക്കുമായിരുന്നു. എന്തായാലും ശ്രുതിക്ക് വല്ലാതെ സന്തോഷമുണ്ട്. അവൾക്ക് ചിരിക്കാൻ വന്നിട്ട് അവൾ അപ്പുറത്തേക്ക് തിരിഞ്ഞ് കടന്നിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്ന അശ്വിൻ കുറേ കുപ്പിവളകൾ ശ്രുതിക്ക് വാങ്ങിയിട്ട് വരുന്നുണ്ട്, പ്രസൻറ്റായിട്ട് വാങ്ങിയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയോട് പറയേണ്ടത് ഇടാൻ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഒരാൾക്ക് സമ്മാനം കൊടുക്കണതിനല്ലാതെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക, അതിലാണ് യഥാർത്ഥ സ്നേഹം കാണിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇട്ട് തരാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അശ്വിൻ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രുതിക്ക് വെള്ളം തയ്ച്ചിട്ട് രാത്രി പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അവിടെ ആരോ പുതച്ച് മൂടി നിൽക്കുന്നുണ്ട്. ശ്രുതി ആരാ നോക്കുമ്പോൾ അത് ശ്യാമായിരുന്നു. അപ്പോൾ ശ്യാമ പറയണ്ട, നീ ഇത് എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ. അപ്പോഴേക്ക് ആ സമയത്ത് സെലീന അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കേണ്ടത്, നീ എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലേ, നീ അശ്വിനോട് പറയണം നീ എന്നെക്കുറിച്ച് അറിഞ്ഞതൊക്കെ, നീ എന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഒന്നും സത്യമല്ലായിരുന്നു എന്ന് അശ്വിനോട് പറയണമെന്ന് പറയുന്നുണ്ട്. അതെല്ലാം വെറും തെറ്റിദ്ധാരണയായിരുന്നു എന്ന് പറയണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ഞാനതൊന്നും പറയില്ല, നിങ്ങളായിട്ട് നിങ്ങൾക്കുള്ളതൊക്കെ നിങ്ങളായിട്ട് വരുത്തി വെച്ചതാ, അതിനൊന്നും ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ശ്രുതി പറയുന്നത്. അപ്പോൾ ശ്യാം പറയുന്നുണ്ട്, ഇനി നന്ദി അധിക കാലം ഇവിടെ മരുവളായിട്ട് ജീവിക്കില്ല, നിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് പുറത്താക്കുന്നു. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.